നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പുള്ള ചില വീഡിയോകളിൽ ഈ ബഹിരാകാശ വാഹനങ്ങളെ പറ്റിയും വിമാനങ്ങളെ പറ്റിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. വിമാനം എങ്ങനെയാണ് പറന്നുയരുന്നത്, അതെങ്ങനെയാണ് പറക്കുന്നത്, അതുപോലെ ബഹിരാകാശ വാഹനങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണ്. എന്നാൽ ഇന്ന് നമുക്ക് മുങ്ങിക്കപ്പലുകളെ പറ്റി സംസാരിച്ചാലോ? സബ്മറൈനുകൾ. ശരി, ഇന്നത്തെ വിഷയം അതാണ്, സബ്മറൈൻ അഥവാ മുങ്ങിക്കപ്പൽ. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, ചോദ്യങ്ങൾ ചോദിക്കണം. അറിയാവുന്നവയ്ക്കാണെങ്കിൽ ഞാൻ സമയം പോലെ തീർച്ചയായും ഉത്തരം നൽകുന്നതാണ്. ഈ മുങ്ങിക്കപ്പലുകൾ അഥവാ സബ്മറൈനുകൾ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരെ, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കാര്യമാണ്. കാര്യം മറ്റൊന്നുമല്ല, ബാക്കി എല്ലാ സഞ്ചാര ഉപാധികളും, അത് കപ്പലായിക്കോട്ടെ, വിമാനമായിക്കോട്ടെ, കരയിലോടുന്ന വാഹനങ്ങളായിക്കോട്ടെ, എന്തും അത് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ കാര്യങ്ങളാണ്. കപ്പലുകൾ, യുദ്ധക്കപ്പലുകളുമുണ്ട്, സാധാരണ കപ്പലുകളും ഉണ്ട്. വിമാനങ്ങളാകട്ടെ, സാധാരണ വിമാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സഞ്ചാര ഉപാധികളും സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാണ്. എന്നാൽ ഈ മുങ്ങിക്കപ്പലുകൾ അഥവാ സബ്മറൈനുകൾ അത് സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു ഉപാധിയല്ല, ഒരു ശാസ്ത്ര ഉപാധി, ഒരു സാങ്കേതിക ഉപാധിയല്ല. അത് ലോകം മുഴുവൻ പൂർണ്ണമായും പ്രതിരോധ സേനകളുടെ മാത്രം ഭാഗമാണ്, ഡിഫൻസുമായി മാത്രം ബന്ധപ്പെട്ട ഒരു സാങ്കേതിക ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ ഈ മുങ്ങിക്കപ്പലുകളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ പുറത്തറിയുക ബുദ്ധിമുട്ടാണ്. ഒരു രാജ്യവും അത് അങ്ങനെ പുറത്തറിയിക്കാറില്ല. ഒരു നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ടെല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഈ മുങ്ങിക്കപ്പലുകളുടെ സേവനം. എത്ര സബ്മറൈനുകൾ ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് ഒരു നാവികസേനയുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ തീരുമാനിക്കുന്നത്. അത്രയേറെ പ്രാധാന്യമാണ് നാവിക യുദ്ധങ്ങളിൽ ഈ മുങ്ങിക്കപ്പലുകൾക്ക് അഥവാ സബ്മറൈനുകൾക്കുള്ളത്. എങ്ങനെയാണ് ഒരു സബ്മറൈൻ പ്രവർത്തിക്കുന്നത്? നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വസ്തു എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങുന്നത്, ചില വസ്തുക്കൾ എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടി പഠിച്ചു പോയി എന്നുള്ളതിനപ്പുറം അതിൻ്റെ ആ വിശദമായ ആ ഒരു സയൻസിലേക്ക് പൊതുവെ ആരും ഇറങ്ങിച്ചെല്ലാറില്ല. അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ, അതിൻ്റേതായ ആഴത്തിൽ മനസ്സിലാക്കാൻ ആൾക്കാർ ശ്രമിക്കാറില്ല. അത് ആരുടെയും കുഴപ്പമല്ലാതെ ശാസ്ത്രീയ അറിവുകളെ അതിൻ്റേതായ താല്പര്യത്തോടുകൂടി, അതിൻ്റേതായ ആഴത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വ്യവസ്ഥകളില്ല എന്നുള്ളതാണ് അതിൻ്റെ ദുഃഖകരമായൊരു വസ്തുത. അതുകൊണ്ട് തന്നെ പല ശാസ്ത്രീയ അറിവുകളും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കുന്നത് വെറും അക്കാഡമിക്കായി മാത്രം, മാർക്ക് ലഭിക്കാനും ഒരു ഡിഗ്രി ലഭിക്കാനും മാത്രമുള്ള ഉപാധികളായി പോവുകയും അത് കഴിഞ്ഞാൽ അതിനെ മറക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ സർവ്വസാധാരണമായൊരു കാര്യമാണ്. അതുപോട്ടെ. അപ്പം എന്തുകൊണ്ടാണ് ചില വസ്തുക്കൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും എന്തുകൊണ്ടാണ് ചില വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, എല്ലാ വസ്തുക്കൾക്കും ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന ഒരു ഘടകമുണ്ട്. നമ്മൾ വെള്ളം ആണ് ഇതിൻ്റെ എല്ലാം ബേസായിട്ട് എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ ഭാരം. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഭാരം ഡിവൈഡഡ് ബൈ വോളിയം. ഈ ഭാരവും വോളിയവും, അതായത് വ്യാപ്തവും തമ്മിലുള്ള ആ അനുപാതമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഭാരവും വോളിയവും ഒന്ന് തന്നെ ആയതുകൊണ്ട് 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വെയിറ്റ്. 1 ലിറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ വോളിയവും 1 കിലോ എന്ന് പറയുന്നത് അതിൻ്റെ ഭാരവുമാണ്. 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വെയിറ്റ് ആണെങ്കിൽ 1 ലിറ്റർ മെർക്കുറിക്ക്, രസം, 13.6 കിലോയാണ് ഭാരം. അതേപോലെ ലോഹങ്ങൾക്കെല്ലാം അതിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ സാന്ദ്രതയേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളത്തേക്കാൾ കൂടുതൽ സാന്ദ്രതയുള്ള അഥവാ ഡെൻസിറ്റിയുള്ള എന്ത് വസ്തുവും വെള്ളത്തിലിട്ടാൽ അത് മുങ്ങിപ്പോകും. എന്നാൽ ഒരു മരക്കഷ്ണം, അത് എത്ര വലിപ്പവുമായിക്കോട്ടെ, അതിൻ്റെ ആകെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെള്ളത്തേക്കാൾ കുറവാണ്. അതുകൊണ്ട് അത് വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. ഇതിന് ബോയൻസി പ്രിൻസിപ്പിൾ എന്നും പറയും. കാര്യം വെള്ളം
ഗുരുത്വാകർഷണത്തിനെതിരായി മുകളിലേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഈ വസ്തുവിൻ്റെ ഭാരത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. ആ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനേക്കാൾ കൂടുതലാണ് വസ്തുവിൻ്റെ ഭാരമെങ്കിൽ അത് താഴേക്ക് പോകും. ഇത് പൂർണ്ണമായും ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഭാരം എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം. ഇതാണ് അടിസ്ഥാനപരമായി ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യമുണ്ട്, ഒരു ചെറിയ ഇരുമ്പാണി അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി ആയിക്കോട്ടെ, അത് വെള്ളത്തിലിട്ടാൽ താണു പോകും. എന്നാൽ ഇതേ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പടുകൂറ്റൻ കപ്പലുകൾ, 10,000 ടൺ ഭാരമുള്ള കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഡെൻസിറ്റി എന്നത് തന്നെയാണ്. ഈ കപ്പലിൻ്റെ ഈ ഷേപ്പ് കാരണം അതിൻ്റെ ഉള്ളിൽ വായുവുണ്ട്, പൊള്ളയായ ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു സ്ട്രക്ചറിന് ഈ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായിരിക്കും ആകെ ഡെൻസിറ്റി. അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഒരു ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയ ഇരുമ്പാണി അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി, അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെള്ളത്തേക്കാൾ കൂടുതലായതുകൊണ്ട് അത് താണു പോവുകയും ചെയ്യും. ആകെ ഡെൻസിറ്റിയാണ് എടുക്കുക. ഇതൊരു കാര്യം. ഇനി മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ വെയിറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്തൊരു വസ്തുവും വെള്ളത്തിലേക്ക് ഇടുമ്പോൾ കുറേ വെള്ളം ഒഴിഞ്ഞു മാറുമല്ലോ. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. പണ്ട് ആർക്കിമിഡീസ് ഒരു കുളിത്തൊട്ടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് കവിഞ്ഞൊഴുകിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ഇൻസൈറ്റ് കിട്ടുന്നതും യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് ആ ഗ്രീസിൻ്റെ തെരുവുകളിൽ കൂടെ നഗ്നനായി ഓടിയ കഥകളൊക്കെ, നമ്മൾ രസകരമായ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് സാധനം വെള്ളത്തിലേക്കിട്ടാലും കുറേ വെള്ളം അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ആ ഒഴിഞ്ഞു പോകുന്ന വെള്ളത്തിനൊരു കണക്കുണ്ട്. ആ ഒഴിഞ്ഞു പോകുന്ന വെള്ളം എത്രയാണോ ഇതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം, അതിൻ്റെ വലിപ്പം, അതിന് തുല്യമായ വെള്ളമായിരിക്കും ഈ ഒഴിഞ്ഞു പോവുക. ഈ ഒഴിഞ്ഞു പോകുന്ന വെള്ളത്തിനൊരു ഭാരമുണ്ടല്ലോ, തീർച്ചയായും ഇല്ലേ? ആ ഒഴിഞ്ഞു പോകുന്ന വെള്ളത്തിൻ്റെ ഭാരം ഈ വെള്ളത്തിലേക്കിടുന്ന വസ്തുവിൻ്റെ ഭാരത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതായത് അവിടെ ഡെൻസിറ്റിയുമായിട്ട് കൂടി കണക്ഷൻ ഉണ്ട്. കാര്യം ഭാരം എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണല്ലോ. അതായത് ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയിറ്റ് ഈ വസ്തുവിൻ്റെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. എന്നാൽ ഈ ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയിറ്റ് ഈ വസ്തുവിൻ്റെ വെയിറ്റിനേക്കാൾ കുറവാണെങ്കിൽ ആ വസ്തു വെള്ളത്തിലേക്ക് താഴും പോകും. വളരെ ലളിതമാണിത്. അപ്പോൾ ഒരു കപ്പൽ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ ഭാരത്തിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുമല്ലോ. ഈ വെള്ളത്തിലേക്കൊരു വസ്തു നമ്മൾ ഇടുന്നു. ആ വെള്ളത്തിലേക്കിടുന്ന വസ്തുവിൻ്റെ ഭാരം ക്രമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഒഴിഞ്ഞു മാറുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും മാറില്ല, അതെപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. എന്നാൽ ഈ ഭാരം, ഈ വസ്തുവിൻ്റെ ഭാരം നമുക്കിഷ്ടമുള്ള പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഈ വസ്തുവിനെ വെള്ളത്തിലേക്ക് മുക്കാനും അതിൽ നിന്ന് പൊക്കാനും കഴിയില്ലേ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തു നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭാരം കൂട്ടി ഈ ഡിസ്പ്ലേസ്ഡ് വാട്ടറിനേക്കാൾ ഭാരം അതിന് കൂടുതൽ ആക്കിയാൽ ആ വസ്തു വെള്ളത്തിൽ താണുപോവില്ലേ? താഴുമല്ലോ. ഇത് തന്നെയാണ് മുങ്ങിക്കപ്പലുകളുടെ പ്രവർത്തന രഹസ്യം. ആ മുങ്ങിക്കപ്പലുകളിൽ സബ്മറൈനുകളുടെ ഭാരം ഇഷ്ടാനുസരണം ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സബ്മറൈൻ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്നതും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ മുങ്ങിക്കപ്പലുകൾക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു വലിയ കൂറ്റൻ തിമിംഗലത്തിൻ്റെ ഷേപ്പ്. ഇതിൻ്റെ സൈഡിൽ, വശങ്ങളിൽ ബല്ലാസ്റ്റ് ടാങ്കുകൾ എന്ന് പറയുന്ന പ്രത്യേക ടാങ്കുകളുണ്ട് ഉടനീളം ഇതിൻ്റെ ടോട്ടൽ ബോഡിയിൽ.
ഈ ബെല്ലാസ്റ്റ് ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ കഴിയും. അങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റുമ്പോൾ ക്രമേണ ഇതിൻ്റെ ഭാരം കൂടുമല്ലോ. അങ്ങനെ ഭാരം കൂടി 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 ഒരു ഘട്ടം എത്തുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടറിനേക്കാൾ ഭാരം ഈ കപ്പലിനുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെള്ളത്തിലേക്ക് താഴും, വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യും. അങ്ങനെ വെള്ളത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിലോ ഈ ബെല്ലാസ്റ്റ് ടാങ്കുകളിൽ നിറച്ചിരിക്കുന്ന വെള്ളത്തെ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുക. പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുമ്പോൾ ക്രമേണ ഈ ഷിപ്പിൻ്റെ, ഈ സബ്മറൈൻ്റെ ആകെ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറയും. അതുപോലെ ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയിറ്റിനേക്കാൾ ഇതിൻ്റെ വെയിറ്റ് കുറയുകയും ചെയ്യും. അത് വെള്ളത്തിലേക്ക് പൊങ്ങി വരികയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇത്. അത്രമാത്രം ലളിതമാണ് ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്ന് പറയുന്നത്. ഇതിലെ സയൻസ് വളരെ ലളിതമാണ്. സയൻസ് എപ്പോഴും ലളിതമാണല്ലോ. എല്ലാ സയൻറ്റിഫിക് പ്രിൻസിപ്പിളും ഏറ്റവും സിമ്പിളാണ്. പക്ഷെ അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മുങ്ങിക്കപ്പലുകളുടെ പിന്നിലെ സയൻസും ഇത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു മുങ്ങിക്കപ്പൽ, ഒരു സബ്മറൈൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിഭീകരമായൊരു ടാസ്ക്കാണത്. ഒന്ന്, ഇതുപോലൊരു സ്ട്രക്ചർ, കൂറ്റൻ സ്ട്രക്ചർ ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് അതിന് ബെല്ലാസ്റ്റ് ടാങ്കുകൾ നിർമ്മിക്കുക, അതിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനും പമ്പ് ചെയ്ത് കളയാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അത് മൂവ് ചെയ്യാനുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ടാക്കുക. അങ്ങനെ 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 സാങ്കേതികതയുടെ അങ്ങേയറ്റമാണ് ഒരു സബ്മറൈൻ എന്ന് പറയുന്നത്. ഒരു സബ്മറൈനിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, എല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്, എങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ എഞ്ചിനും പ്രൊപ്പൽഷനും ഒക്കെ തന്നെയാണ്. കൂടാതെ ഇതിൻ്റെ ബെല്ലാസ്റ്റ് ടാങ്കുകളും അതിലേക്ക് നിറയ്ക്കാനും വെള്ളം ഒഴിച്ചു കളയാനുമുള്ള സംവിധാനം. ഇത് ഒരു സബ്മറൈൻ്റെ ഹൃദയമാണ്. പരമ്പരാഗത മുങ്ങിക്കപ്പലുകൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഡീസൽ എഞ്ചിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഡീസൽ എഞ്ചിൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ വർക്ക് ചെയ്യില്ല. കാരണം ഒരു ഡീസൽ എഞ്ചിന് വർക്ക് ചെയ്യാൻ ഫ്രഷ് എയർ ആവശ്യമാണ്, അന്തരീക്ഷ വായു ആവശ്യമാണ്. ഒരു കടലിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന 10-200-300 അടി താഴെ മുങ്ങിക്കിടക്കുന്ന ഒരു കപ്പലിന് ഒരിക്കലും ഒരു അന്തരീക്ഷവുമായി ബന്ധമുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? അതിനാണ് അതിൻ്റെ അകത്ത് പ്രത്യേക ബാറ്ററികൾ ഉപയോഗിക്കുന്നത്. വെള്ളത്തിൻ്റെ സർഫസിൽ വെച്ച് അന്തരീക്ഷ വായുവുമായി സമ്പർക്കം വരുമ്പോൾ ഈ ഡീസൽ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററികൾ ചാർജ് ചെയ്യും. ഈ ബാറ്ററികൾ മുഴുവൻ നന്നായിട്ട് ചാർജ് ചെയ്തതിന് ശേഷം ഈ ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് മുങ്ങിക്കപ്പൽ യാത്ര ചെയ്യുന്നത്. അതിനുശേഷമാണ് കപ്പൽ ഡൈവ് ചെയ്ത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ ബാറ്ററിയുടെ ചാർജ് കുറയും. അപ്പോൾ ഇത് വീണ്ടും വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്ന് വീണ്ടും ബാറ്ററി ചാർജ് ചെയ്ത് വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോകണം. ഇത് പരമ്പരാഗത ഡീസൽ സബ്മറൈനുകൾ പ്രവർത്തിക്കുന്ന രീതിയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇടയ്ക്കിടയ്ക്ക് സർഫസിലേക്ക് പൊങ്ങി വരണം. 2, ഈ ഡീസൽ സൂക്ഷിക്കാൻ പടുകൂറ്റൻ ടാങ്കുകൾ ആവശ്യമാണ്. മാസങ്ങളോളം കടലിൽ പോകുന്നതാണത്. അപ്പോൾ ഒരുപാട് സ്ഥലം അതിൻ്റെ അകത്ത് ആവശ്യമായിട്ട് വരും. പിന്നെ ഈ ബാറ്ററികൾ എപ്പോഴും അപകട സാധ്യതയുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പോരായ്മകൾ പരമ്പരാഗത സബ്മറൈനുകൾക്കുണ്ട്. എന്നാൽ ഇന്ന് ഭാരതമടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ സബ്മറൈനുകൾ ഉണ്ട്. ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയുമോ? അതിൻ്റെ ഉള്ളിൽ ഒരു ആണവ റിയാക്ടർ ഉണ്ട്, ഒരു ചെറിയ റിയാക്ടർ. അങ്ങനെയുള്ള അത് വളരെ സാങ്കേതികമായി ഒരുപാട് ജ്ഞാനം ആവശ്യമുള്ള, എക്സ്പീരിയൻസ് ആവശ്യമുള്ള ഒരു കാര്യമാണ് സബ്മറൈൻ്റെ റിയാക്ടർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ചെറിയ റിയാക്ടർ. ആ റിയാക്ടർ വർക്ക് ചെയ്ത് വലിയ ഉയർന്ന അളവിൽ ടെമ്പറേച്ചർ ഉണ്ടായി ആ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിനെ നീരാവിയാക്കി സ്റ്റീമാക്കി ആ സ്റ്റീം ഉപയോഗിച്ച് സ്റ്റീം ടർബൈനുകൾ കറക്കി ആ ടർബൈനുകളെ ഒരു ഷാഫ്റ്റിലൂടെ ഇതിൻ്റെ പ്രൊപ്പല്ലറുമായി ബന്ധിപ്പിച്ച് ആ പ്രൊപ്പല്ലർ കറക്കിയാണ് ഈ ന്യൂക്ലിയർ സബ്മറൈനുകൾ മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണ് എന്ന് വെച്ചാൽ ഇതിന് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരേണ്ട ആവശ്യമേ ഇല്ല. മാസങ്ങളോളം വെള്ളത്തിൻ്റെ അടിയിൽ, കടലിൻ്റെ അടിയിൽ അതിന് നിലനിൽക്കാൻ കഴിയും. എവിടെയെങ്കിലും ഇതിൻ്റെ അകത്ത് ഭക്ഷണം തീർന്നു പോവുകയോ അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമായി വരുമ്പോൾ മാത്രം ഇത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നാൽ മതി.
എത്ര നാളുകൾ വേണമെങ്കിൽ ഇതിന് വെള്ളത്തിൻ്റെ അടിയിൽ ഇതിന് യാത്ര ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല, ഡീസൽ നിറയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് ആവശ്യമായ ഇന്ധനം, അതിൻ്റെ ലൈഫ് ടൈമിലേക്ക് ആവശ്യമായ ഇന്ധനം ആ സബ്മറൈൻ കമ്മീഷൻ ആ റിയാക്ടർ കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിറച്ചിട്ടുണ്ടാകും. 3-4 കിലോ യുറേനിയം ഉണ്ടെങ്കിൽ ഒരു 10-25 വർഷം ഈ സബ്മറൈൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ന്യൂക്ലിയർ സബ്മറൈൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അത് അതീവ സുരക്ഷിതമാണ്. വെള്ളത്തിലേക്ക് പൊങ്ങി വരാത്തത് കൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, കണ്ടുപിടിക്കാനാവില്ല. ഡീസൽ സബ്മറൈനുകൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നതുകൊണ്ട് അത് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ശത്രുരാജ്യങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ന്യൂക്ലിയർ സബ്മറൈൻ എപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കുന്നത് കൊണ്ട് അതിന് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാണ്, പ്രയാസമാണ്. പക്ഷേ ഇതിന് വളരെ 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 വലിയ സാങ്കേതിക ജ്ഞാനം ആവശ്യമാണ്. മറ്റൊന്ന്, പേരിനൊരു കപ്പൽ എന്നാണ് പറയുന്നതെങ്കിലും, മുങ്ങിക്കപ്പൽ എന്നാണ് പറയുന്നതെങ്കിലും ഇതിന് കപ്പലിൻ്റെ ഷേപ്പുമായിട്ടല്ല ബന്ധമുള്ളത്. ഇതിനേറെ സാമ്യമുള്ളത് വിമാനങ്ങളുടെ ആ ഷേപ്പുമായിട്ടാണ്. ഇതിന് ചിറകുകളുണ്ട്, അതിന് എയറോഡൈനാമിക് ഷേപ്പുണ്ട്, അതിന് വാലുണ്ട്, അതെല്ലാം ഒരു വിമാനം എങ്ങനെയാണോ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരു സബ്മറൈൻ കടലിലൂടെ സഞ്ചരിക്കുന്നത്. മറ്റൊന്ന്, ഇതിന് ജനാലകളില്ല, പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയുകയുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് കൃത്യമായ ദിശകളിൽ കൃത്യമായി നീങ്ങുന്നത്? ഇതെങ്ങനെയാണ് അതിൻ്റെ നേരെ വരുന്ന ശത്രു മിസൈലുകളെയോ അല്ലെങ്കിൽ ടോർപിഡോകളെയോ തിരിച്ചറിയുന്നത്? ഒരു സബ്മറൈൻ്റെ വഴികാട്ടി എന്ന് പറയുന്നത് അതിൻ്റെ സോണാർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വളരെ വളരെ പ്രധാനമാണ് സബ്മറൈൻ്റെ സോണാർ. ഈ പാമ്പുകൾക്കൊരു പേരുണ്ട്, ഒരു പര്യായ പദമുണ്ട്. ചക്ഷുശ്രവണൻ എന്നാണ് പറയുക. ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ്, ശ്രവണം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക. കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പാമ്പുകൾക്ക് ചെവികളില്ല, അതിന് ശബ്ദതരംഗങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. അതിന് പകരം ഭൂമിയിലൂടെ വരുന്ന വൈബ്രേഷൻസ് സെൻസ് ചെയ്തിട്ടാണ് അത് അറിയുന്നത്. പഴയ കാലത്ത് ആൾക്കാർ ധരിച്ചിരുന്നത് ഇത് കണ്ണുകൊണ്ട് തന്നെയാണ് കേൾക്കുന്നതും എന്നാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പാമ്പുകൾക്ക് ചക്ഷുശ്രവണം എന്ന പേര് വന്നത്. എന്നാൽ ഈ സബ്മറൈനുകൾ കാതുകൊണ്ട് കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ? എന്ന് വെച്ചാൽ ഈ സോണാർ എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് പുറപ്പെടുവിക്കുന്ന ഒരു ഉപകരണമാണത്. അത് സൗണ്ട് വേവ്സ് ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. അത് എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുമ്പോൾ ആ വസ്തു എന്താണ് എന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഇത് മുമ്പോട്ട് നീങ്ങുന്നത്. വവ്വാലുകൾ സഞ്ചരിക്കുന്നത് ഏതാണ്ടതുപോലെയാണ്. അതുകൊണ്ട് ഇത് സൗണ്ട് വേവ്സിനെ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ വേണമെങ്കിൽ കാതുകൊണ്ട് കാണുന്നവൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. സോണാർ എന്ന് പറയുന്നത് മുങ്ങിക്കപ്പലിൻ്റെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ഭാഗമാണ്. 100 മുതൽ 150 മീറ്റർ വരെ നീളവും ഏകദേശം 10-15 വരെ മീറ്റർ വീതിയും ഉണ്ടാകും. 100-150 പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും ഒരു മീഡിയം അല്ലെങ്കിൽ ഹയർ സൈസിലുള്ള സബ്മറൈനുകൾക്കുണ്ടാകും. ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇതിന് നിഗൂഢതകളേറെയാണ്. ഒരു നേവിയുടെ നട്ടെല്ലാണ് സബ്മറൈൻ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് സബ്മറൈനുകളെ ലോകരാജ്യങ്ങൾ, ലോകത്തിലെ എല്ലാ സായുധ സേനകളും കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും അസാധ്യവുമാണ്. സബ്മറൈനുകളെ കണ്ടെത്താനുള്ള പുതിയ മാർഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും സബ്മറൈൻ വളരെ വളരെ വിനാശകാരിയാണ്. അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ വലിയ വലിയ സബ്മറൈനുകളിൽ അനേകം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെയുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈലുകളും വഹിച്ചുകൊണ്ട് ഇത് ലോകത്തിലെ എവിടെയൊക്കെ പതുങ്ങിക്കിടപ്പുണ്ടാവും എന്നാർക്കും അറിയാൻ കഴിയില്ല. ഈ ശീതയുദ്ധകാലത്ത് ഈ രണ്ട് രാജ്യങ്ങളും എടുത്തിരുന്ന ഒരു തന്ത്രം എന്താണ്, ഒരു സ്ട്രാറ്റജി എന്താണ് എന്ന് വെച്ചാൽ, ഒരു വർസ്റ്റ് കേസിൽ ഒരൊറ്റ ന്യൂക്ലിയർ ആക്രമണത്തിൽ അമേരിക്ക റഷ്യയെ അല്ലെങ്കിൽ റഷ്യ അമേരിക്കയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പോലും ഈ ലോകത്തെവിടെയെങ്കിലും
ന്യൂക്ലിയർ സബ്മറൈനുകൾ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടപ്പുണ്ടാകും. ആ സബ്മറൈനുകൾക്ക് ഭൂഖണ്ഡാന്തര മിസൈലുകൾ, അതായത് 6000 കിലോമീറ്റർ ദൂരപരിധിക്ക് മുകളിലുള്ള മിസൈലുകളെയാണ് പൊതുവെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് വിളിക്കുന്നത്. ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രു രാജ്യത്തെ പൂർണ്ണമായും തകർക്കാൻ കഴിയും. ഇവരുടെയൊക്കെ കയ്യിലുള്ള ഒരൊറ്റ സബ്മറൈനിൽ തന്നെ 2ാം ലോകമഹായുദ്ധത്തിൽ ലോകം മുഴുവനും ഇട്ട ബോംബുകളേക്കാൾ ശേഷിയുള്ള അനേകം മിസൈലുകളുണ്ട്. ഇപ്പോഴും അതൊരു വാസ്തവമാണത്. അങ്ങനെയുള്ള ഇതുപോലെയുള്ള അതീവ സംഹാരശേഷിയുള്ള സബ്മറൈനുകൾ കാരണം കൊണ്ടുകൂടിയാണ് ഈ ലോകത്ത് എത്ര കടുത്ത ശത്രുരാജ്യങ്ങൾ തമ്മിൽ പോലും ന്യൂക്ലിയർ വാറുകൾ ഉണ്ടാകാതിരുന്നത്. അഥവാ ഉണ്ടായാൽ പിന്നെ അടുത്ത നിമിഷം തങ്ങളും ഭസ്മമായി പോകും എന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ട് ആരും ന്യൂക്ലിയർ ബട്ടണിൽ കൈവച്ചിട്ടില്ല. അത്രയേറെ പ്രാധാന്യമാണ് ന്യൂക്ലിയർ സബ്മറൈനുകൾക്കുള്ളത്. ആരുടെ കയ്യിൽ എത്രയൊക്കെ സബ്മറൈനുകൾ ഉണ്ട് എന്നുള്ളതിനൊക്കെ നമുക്ക് നെറ്റിലൊക്കെ കണക്കുകൾ കിട്ടുമെങ്കിലും പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അതിനേക്കാട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ടാവും. ഭാരതത്തിനുമുണ്ട് ഇന്ന് ന്യൂക്ലിയർ സബ്മറൈനുകൾ നിർമ്മിക്കാൻ ശേഷി നേടിയ അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യവും. അങ്ങനെ ന്യൂക്ലിയർ സബ്മറൈനുകളുടെ ശേഷി ഇന്ന് ഭാരതത്തിനുമുണ്ട്. എന്തിനാണ് ഇത്രയധികം പണം മുടക്കുന്നത് ഡിഫൻസിന് വേണ്ടി? എന്തിനാണ് ഇതുപോലെയുള്ള കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കിക്കൊണ്ട് ഇങ്ങനെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ഈ മുടക്കുന്ന പണമാണ് മനുഷ്യരാശിയുടെ സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെ ലോകത്തെ 2 വൻശക്തികളടക്കം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഈ ഡിഫൻസ് മേഖലയിൽ ഇതുപോലെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ലോകത്തിന് സമാധാനമുള്ളത്, ഈ ലോകത്ത് യുദ്ധമുണ്ടാകാത്തത്. കാരണം യുദ്ധം തുടങ്ങുന്നത് ഞാനാണെങ്കിൽ നാളെ ഞാനും ഉണ്ടാവില്ല എന്ന ബോധം എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ലോകം ഇങ്ങനെയൊക്കെ സമാധാനമായും സുന്ദരമായും പോകുന്നത്. അതുകൊണ്ട് ഡിഫൻസിൽ മുടക്കുന്ന പണം വെറുതെയല്ല, അത് നമ്മുടെ മാനവരാശിയുടെ നിലനിൽപ്പിൻ്റെ കൂടി അടിസ്ഥാനമാണ്. നമസ്കാരം.